വീണ്ടും വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ ചർച്ചയാവുകയാണ്. വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ റിപ്പോർട്ടർ ടിവിക്കൊപ്പമുണ്ട്. അതിരപ്പള്ളിയിൽ വനം വകുപ്പിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ? വനമേഖലയിൽ എന്ത് നടന്നാലും അതിൻ്റെ എല്ലാം കുറ്റം വകുപ്പിനും മന്ത്രിക്കുമാണ്. വനത്തിന് പുറത്ത് വന്ന് വന്യജീവികൾ മനുഷ്യനെ ആക്രമിച്ച് മരിക്കാനിടയായ സംഭവങ്ങളുടെ എണ്ണം കുറയുകയാണ്. എന്നാൽ നിലമ്പൂരിലായാലും അതിരപ്പള്ളിയിലായാലും മറ്റു പല സ്ഥലത്തായാലും ഇപ്പോൾ കുറച്ച് നാളായി നടക്കുന്ന മരണമൊക്കെ വനത്തിനകത്ത് വെച്ചാണ്. ഞാൻ പ്രതിപക്ഷ നേതാവിനോട് അപേക്ഷിക്കുന്നത് വനത്തിനകത്ത് നടക്കുന്ന അപകടങ്ങൾക്കും മരണങ്ങൾക്കും എന്ത് പരിഹാരം ചെയ്യണമെന്നാണ് അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ളത്. ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അറിയിച്ചാൽ അത് സംബന്ധിച്ച് ഗൗരവത്തിൽ പരിശോധന നടത്തുന്നതും അത് പ്രായോഗികമാണെങ്കിൽ നടപ്പിലാക്കാനും ഗവൺമെൻറ് ഒരുക്കാണ്. ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് മോശക്കാരനായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പരസ്പരം അത് അങ്ങനെ തന്നെ കാണും എന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ നേതാക്കളും ബിഷപ്പുമാരും മറ്റ് കർഷക സംഘടനകളുമൊക്കെ മിനിസ്റ്ററെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നു എന്നൊരു അനുഭവമാണോ മിനിസ്റ്റർ ഇപ്പോൾ തോന്നുന്നത്? അല്ല, അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രാഷ്ട്രീയ നിരീക്ഷണം എനിക്കുണ്ട്. വനം മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. പ്രതിപക്ഷ നേതാവിനുള്ള കൃത്യമായ മറുപടി അത് വനമന്ത്രി റിപ്പോർട്ടർ ടിവിയോട് പറയുകയായിരുന്നു, മറുപടി നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.